ഹലോ. കേരള സ്റ്റോറി 2 നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തായാലും റിലീസൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് ഇതിനെപ്പറ്റി ഇത്രമാത്രം സംസാരിക്കാനെന്നല്ലേ. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. അതായത് സംഭവം കേരള സ്റ്റോറി 2 എന്നുള്ള പേരിൽ നിന്ന് കേരള എന്നുള്ള വേർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ പുതിയൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതാരാണ് ഫയൽ ചെയ്തതെന്നല്ലേ? ഒരു റിട്ടയേർഡ് അധ്യാപകനും ഒരു അഭിഭാഷകയും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിട്ടുള്ളത്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തെ ഒരു നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ടും കൂടെ ഈ ഒരു ഹർജി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മൂവിയിൽ 150ഓളം മുസ്ലിം സ്ത്രീകളെ മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹർജിയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഈ ഒരു മൂവിയുടെ സ്റ്റേ നീക്കം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനത്തെ കൂടി ഈ ഒരു ഹർജിയിൽ വിമർശിച്ചിട്ടുണ്ട്. അവസാനമായി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഇതൊരു സാങ്കല്പിക കഥയാണെന്നും അതായത് ഔദ്യോഗിക കണക്കുകളുമായി ഇതിന് യാതൊരു രീതിയിലുള്ള ബന്ധമില്ല എന്നുള്ളൊരു ഡിസ്ക്ലെയിമറും കൂടെ ഇതിൽ ആഡ് ചെയ്യണം എന്നുകൂടിയാണ് ഈ ഹർജിക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.